അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ടോയ്ലറ്റിൽ നിന്ന് ഉളു എടുക്കാമോ? ഇത് പല സുഹൃത്തുക്കളും സഹോദരിമാരും പ്രത്യേകിച്ച് സഹോദരിമാർക്കുണ്ടാകുന്നൊരു സംശയമാണ്. ഉളു എടുക്കാൻ വേണ്ടി കുളിമുറിയിൽ പോകുന്നു. കുളിമുറി മാത്രമായിട്ടുള്ളതുണ്ട്, കുളിമുറിയും ടോയ്ലറ്റും കൂടിയുള്ളതുണ്ട്, ടോയ്ലറ്റിൻ്റെ സൗകര്യം മാത്രമുള്ളതുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഉളു എടുക്കേണ്ടി വന്നാൽ, ഒരു ടോയ്ലറ്റിൽ നിന്ന് ഉളു എടുക്കേണ്ടി വന്നാൽ എന്താണ് അതിൻ്റെ വിധി? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നിങ്ങൾ അശുദ്ധിക്കാരനായാൽ, ചെറിയ ശുദ്ധിക്കാരനായാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉളു നിർബന്ധമായാൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ മുഖം കഴുകുക, കൈകൾ കഴുകുക എന്ന രൂപത്തിലുള്ള ആയത്തുകൾ പഠിപ്പിക്കുന്നത് ചെറിയ ശുദ്ധിയുണ്ടെങ്കിൽ ഉളു എടുക്കണമെന്നാണ്. ഉളുവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ തവല്ല അഹദുക്കും, നിങ്ങൾ ഉളുവെടുക്കുന്നുണ്ടെങ്കിൽ ഫലിയജ്അൽ ഫി അൻഫിഹി മാ, അവൻ്റെ മൂക്കിൽ വെള്ളം ഒഴിച്ച് അത് ചീറ്റിക്കളയട്ടെ എന്നുള്ളതൊക്കെ ഹദീസുകൾ വന്ന പരാമർശമാണ്. അപ്പോൾ ഉളുവുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളും ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധമാവാൻ ഉളുവെടുക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എവിടെ നിന്ന് ഉളുവെടുക്കണം എന്നുള്ളതിൽ നമുക്ക് തൊഹൂറായ വെള്ളമാവണം, തൊഹൂറായ സ്ഥലമാവണം. അപ്പോൾ മാലിന്യമില്ലാത്ത, നജസ്സില്ലാത്ത സാഹചര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ടോയ്ലറ്റുകളാണെങ്കിൽ അവിടെ മലം കിടക്കുന്ന, മൂത്രം കിടക്കുന്ന, അതിൻ്റെ അടയാളങ്ങളുള്ള, അതിൻ്റെ മണങ്ങളുള്ള, സ്മെല്ലുള്ള ഒരു പ്രദേശമാണെങ്കിൽ അവിടെ നിന്ന് ഉളുവെടുക്കൽ ഒഴിവാക്കണം. കാരണം നജസ് അവിടെയുണ്ട്. എന്നാൽ അവിടെ അങ്ങനെയുള്ള സ്മെല്ലുകളില്ല, മാലിന്യമില്ല, എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, വളരെ ക്ലീൻ ആണ് എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവിടെ ഉളുവെടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഈ വിഷയം ഉസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫതാവയിൽ കൊടുക്കുന്ന മറുപടി നമുക്ക് കാണാൻ കഴിയും. ഹൽ യജൂസുൽ വുളൂഉ ഫിൽ ഹമ്മാം, കുളിമുറിയിൽ ഒളുവെടുക്കൽ അനുവദനീയമാണോ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഒളുവെടുക്കൽ അനുവദനീയമാണോ? ഉത്തരം നഅം, അതെ. യജൂസുൽ വുളൂഉ ഫിൽ ഹമ്മാം ഇദാ കാന നളീഫൻ, നളീഫാവണം, വൃത്തിയുള്ളതാവണം എന്നതാണ് അദ്ദേഹം പറയുന്നത്. വല യൂജദു നജാസ, നജസ്സുകൾ ഉണ്ടാവരുത് എന്നാണ്. അപ്പം നജസ്സുകളില്ലാത്ത വൃത്തിയുള്ള ഒരു സ്ഥലമാണെങ്കിൽ ആ ടോയ്ലറ്റ് അങ്ങനെയുള്ളൊരു സ്ഥലം ആക്കണം. അതായത് അഴുക്ക്, മരത്തിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ഭാഗങ്ങൾ, അതിൻ്റെ സ്മെല്ല്, അങ്ങനെയുള്ള സ്ഥലത്ത് ഉളുവെടുക്കരുത്. മറിച്ച് അത് ക്ലീനായ പക്ഷം, നല്ല രൂപത്തിൽ വൃത്തിയുള്ള പക്ഷം അവിടെ നിന്ന് ഉളുവെടുക്കൽ അനുവദനീയമാണ്. യജൂസുൽ വുളൂഉ ഫിൽ മിർഹാദ് ഇദാ കാനൽ മാഉ ത്വാഹിറൻ, വെള്ളം ശുദ്ധമാണെങ്കിൽ, അതേപോലെ വല യതനജ്ജസു ബിൽ മക്കാൻ, ആ സ്ഥലം നജസ് കൊണ്ട് നിറക്കപ്പെട്ടതല്ലാത്ത, നജസ്സില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് ഉളുവെടുക്കൽ അനുവദനീയമാണ് എന്ന് ഫതാവ ഇസ്ലാമിയയിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അപ്പോൾ ഈ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി വളരെ കൃത്യമാണ്. നജസ്സില്ലാത്ത സ്ഥലം, അതേപോലെ തന്നെ നജസ്സില്ലാത്ത വെള്ളം, ഈ രൂപത്തിൽ ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള വൃത്തിയിൽ സൂക്ഷിക്കുന്ന ടോയ്ലറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് ഉളുവെടുക്കൽ അനുവദനീയമാണ്. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.